റോഹിച്ചനത് അറിഞ്ഞ അവന്മാരെ ശരിയാക്കിയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ നീ കോഫി ഷോപ്പിൽ പോയില്ലേ? ഇല്ല. എന്താ നിനക്ക് വയ്യേ? ആ റോഷനോട് പറഞ്ഞോ? ഒന്നും വേണ്ട, നീ ഒന്ന് മിണ്ടായിരുന്നാ മതി. ഓഹോ, സാറ് മൂഡ് ഓഫ് ആയിരിക്കും. പാറു പ്ലീസ്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി, നിനക്ക് അതിനെ കുറിച്ച് സംസാരിക്കണേ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. നിനക്കറിയോ, ഞാൻ ഇന്ന് ദേവേട്ടൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അയാൾ എന്നെ കണ്ടിട്ട് ഒരു അനക്കവും ഇല്ല. അതെന്താ അയാള് ചത്ത് കിടക്കായിരുന്നോ? തമാശ വീട് ടോണി. അതിനെ നിന്നെ കണ്ടിട്ടും അയാൾക്ക് അനക്കമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു പോയതാ. അതാ ഞാനും ആലോചിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് ലക്ഷ്മണരേഖയായിരുന്നു എന്ന്. അവിടെയും റോഷന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. റോഹിച്ചൻ അങ്ങോട്ടാണോ നേരെ വന്നത്? ഷേ അല്ലടാ പൊട്ടാ, റോയ്ച്ചൻ എപ്പോഴോ ദേവേട്ടിനെ പിടിച്ച് കുടഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഓ അതപ്പോ അതറിയില്ല. എനിവേ, ദേവേട്ടൻ പറയുന്നത് ഞാൻ നടന്നു വരുമ്പോ റോയ്ച്ചൻ വരുന്നതിന്റെ ഫീലാണ് തോന്നിയെന്ന്. ഏതായാലും ഞാൻ ശരിക്ക് രക്ഷപ്പെട്ടു. ഒരാള് ശിക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ മറ്റൊരാള് രക്ഷപ്പെടുന്നത്. ഏതായാലും നിന്റെ പ്രശ്നം തീർന്നില്ലേ? ഛേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. നാളെ ജോയിൻ ചെയ്യണം. ഈ മാസമെങ്കിലും ഒന്ന് ശമ്പളം വാങ്ങണം. റോഷന് ഞാൻ എത്ര പൈസ കൊടുക്കാണ്ടെന്ന് നിനക്കറിയോ? അതങ്ങനെ ഞാൻ അറിയണേ. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ എന്തിനാ എത്ര ചൂടായിട്ടിരിക്കണേ? അമ്മ അതിൽ കിട്ടലാ കിട്ടിയത്, അതിൻ്റെ ചൂടാ. എന്താ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, മിണ്ടായിരുന്ന പ്രശ്നമില്ലല്ലോ. എടാ ചെക്ക, എന്താ സംഭവിച്ചത്? നിന്റെ ബോധം തീർന്നു പോയോ? അതിനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ലേ, നമുക്ക് കാണാം. അതടാ, നിനക്കുണ്ടടാ ഒരു ദിവസം. പാറു, എനിക്ക് വയ്യാന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. നിനക്ക് എന്താടാ, വല്ല ക്യാൻസർ മറ്റോ ആണോ? ശരിയാ, റോഹിച്ചൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ റോഹിച്ചിൻ്റെ കൂടെ പിറന്ന ക്യാൻസറാണ്. ആ ശരി, അത് പോയിന്റ്. എന്താ ടോണി, നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. വയ്യ നിനക്ക്? എന്താ, നിനക്ക് പനി വല്ലതുണ്ടോ? എന്താ ഇതാരാ ചെയ്തേ?